അതൊക്കെ പി എൻ നിയാസ്, ഈ നേരത്തെ ടി ജി പറഞ്ഞ ഈ പൊളിറ്റിക്കൽ ഗെയിം കോൺഗ്രസ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ ഇതിൽ? നിങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിച്ചുവിടാൻ പറ്റുമോ ഇതൊക്കെ? അതിന് പേരെ ഇതില് ടി ജി മോഹൻദാസ് ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം സത്യസന്ധമായി ഒരു കാര്യം പറഞ്ഞു, അല്ലാതെ കേട്ടോ അല്ലാതെ പ്രതികരിക്കാതെ മനൂർ വിട്ടതാണ്. ഇത് BJPക്ക് വിൻ ദ ഗെയിമിനുള്ള ഒരവസരമാണ്. കേരളത്തിൽ അതിന് ഗുണം കിട്ടില്ല. BJPക്ക് അല്ല, വളരെ ബുദ്ധിപൂർവ്വം അത് തമസ്കരിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. BJPക്ക് വിൻ ദ ഗെയിം മറ്റു സംസ്ഥാനത്തേക്ക് വടിയായി ഒരു വടി കൊടുക്കുന്ന പണിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞതാണ്. അസ്കറിന്റെ ചർച്ചയിൽ ഞാൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി PR ഏജൻസിയെ ഏൽപ്പിക്കുന്നു. പക്ഷേ കേന്ദ്രത്തിലെ PR ഏജൻസിയുടെ പണി ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 കോടി രൂപ PR ഏജൻസിക്ക് കൊടുത്തു. അത് ഈ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടോ? അത് കേരളത്തിലെ മുഖ്യമന്ത്രി പറയണം. കെയ്സന് കൊടുത്തിട്ടുണ്ടോ? ആ കെയ്സൺ കമ്പനി റിലയൻസുമായിട്ടുള്ള ബന്ധം യാദൃശ്ചികമായ ബന്ധമാണോ? അവിടെ സുബ്രഹ്മണ്യന്റെ ഹരിപ്പാട് മുൻ MLA മകന്റെ വരവ് യാദൃശ്ചികമാണോ? കേരളത്തിലെ മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം. അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായി ഡൽഹിയിൽ വെച്ച് ഈ ഹിന്ദു പത്രത്തിന് തിരുവനന്തപുരത്ത് ലേഖാനുണ്ടല്ലോ, തിരുവനന്തപുരത്ത് കൊടുക്കാമായിരുന്നല്ലോ. എന്തേ ഡൽഹിയിൽ തന്നെ പോകുന്നത്? കെയ്സനെ കൊണ്ട് തന്നെ നടത്തുന്നത് എന്തിനാണ്? സുബ്രഹ്മണ്യനെ കൊണ്ട് നടത്തുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഈ വിനീത് ഹണ്ട, അവർ MD, അദ്ദേഹത്തിന്റെ സ്ഥാപനം മേവൻ റിലയൻസ്, ആ മേവൻ റിലയൻസും BJPയുമായുള്ള ബന്ധം ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ശുദ്ധനായ എന്താ പറയാ സത്യസന്ധനായ TG മോഹൻദാസ് അത് കൃത്യമായി ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ കേരളത്തിലെ കുറെ കാലം വോട്ട് കിട്ടാൻ, 2ാം ഭരണം ഉണ്ടാക്കുവാൻ മുസ്ലിം പീഡനമായി നടന്ന് ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നത് ഞങ്ങളാണ്. ഇന്ത്യ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തിയായ BJPക്കെതിരെ ഞങ്ങളാണ് ശബ്ദമുയർത്തുന്നത് പറഞ്ഞുകൊണ്ടില്ല. ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ നിയാസേ. ഇത് BJPക്ക് കൊടുത്ത വടിയാണെങ്കിൽ 2019 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി വലിയ രീതിയിൽ വയനാട്ടിൽ കാണിച്ചിരുന്നു. അതും BJPക്ക് കൊടുത്തൊരു വടിയായിരുന്നില്ലേ? ആയിരുന്നു മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത്തവണ ആ പച്ചക്കൊടി കാണിച്ചില്ലല്ലോ വയനാട്ടിൽ. ഇത്തവണയും മത്സരിച്ച് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ വടി കൊടുക്കുന്നതിൽ നിങ്ങളും മിടുക്കന്മാരാണ്, CPM മിടുക്കന്മാരാണ്. 2 പേരും BJPക്ക് വടി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയും, 2-2ആണ്. TG പറയുന്നത് വളരെ ബുദ്ധിപൂർവ്വം TG ഇപ്പോ വീണതിൽ നിന്ന് വിദ്യയാക്കുകയാണ്. ഇത് BJPയും CPM തമ്മിലുള്ള ഒരു തിരക്കഥ അനുസരിച്ചുള്ള ഏർപ്പാടാണ്. മറ്റേത് നിങ്ങൾ മനപൂർവ്വം മുസ്ലിം ലീഗിന്റെ കൊടിയെ പാകിസ്ഥാന്റെ കൊടിയാക്കി രാഷ്ട്രീയത്തിലെ വ്യഭിചാരം നടത്തിയിട്ടാണ് BJP മുന്നോട്ട് പോയത്. അതാണ് ഞങ്ങൾ പറയുന്നത്. അത് വ്യഭിചാരമാണ്. അത് കേരളത്തിലെ മാത്രമുള്ള മുസ്ലിം ലീഗിന്റെ കൊടി അത് BJPയുടെ കൊടിയാണെന്ന് ഉത്തരേന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ ഇത്തവണ എന്താ പച്ചക്കൊടി കാണിക്കാഞ്ഞത്? ഞാനൊരു നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ കുശാഗ്ര ബുദ്ധികൾ രാഷ്ട്രീയത്തെ വ്യഭിചരിക്കുന്ന BJPയുടെ നിലപാടിന് വടി കൊടുക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ്. അത് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അങ്ങനെ ഞാൻ വഴങ്ങിയത് എന്റെ മാന്യത കൊണ്ടാണ്. ഇതെന്റെ ഊഴമാണ്. ദയവായി അങ്ങ് ഇടപെടാതിരിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ഞങ്ങൾ ഇവിടെ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞത് സത്യമാണ്. കാരണം PR ഏജൻസിയെ വെക്കുന്നത് ഒരു മഹാപരാധമൊന്നുമല്ല. ഞങ്ങളുടെ പല നേതാക്കന്മാരും ഒരുപക്ഷെ വെച്ചിട്ടുണ്ടാകും. അടുത്ത ഗവൺമെന്റ് വന്നാൽ ഒരുപക്ഷെ ഞങ്ങളും വെച്ചെന്ന് വരും. അത് വെച്ചാൽ അത് പറയാനുള്ള ആർജവം വെക്കുന്നവർക്കുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കതുണ്ട്. ഞങ്ങൾ വെച്ചാൽ PR ഏജൻസി വെച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ആർജവമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെ നടിച്ചു നടക്കുകയും പിറകിലൂടെ ഈ PR ഏജൻസി വെക്കുന്നതിനുമുള്ള ആ ഒരു വൃത്തികെട്ട സമീപനമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റുമല്ലോ, കേരളത്തിൽ കാലാകാലങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കമ്മ്യൂണിസം ഒന്നും അല്ല നടത്തുന്നത്, അദ്ദേഹം മുതലാളിത്തമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ല,
തീവ്ര വലതുപക്ഷ നിലപാടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഹരിദാസ് പറയേണ്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഇക്കാര്യത്തിൽ വ്യക്തമാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി വീണടുത്ത് കിടന്ന് ഉരുളുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ PR ഏജൻസി ഒക്കെ ഇടപെട്ട അതൊക്കെ പോട്ടെ, എന്നാൽ നിങ്ങൾ തന്നെ കേരളത്തിലെ സെപ്റ്റംബർ 21 പറഞ്ഞത് എന്തിനാ? അൻവറിനെ അടിക്കാൻ വേണ്ടി. ഈ വടിയല്ലാതെ മറ്റൊരു വടിയും നിങ്ങളുടെ കയ്യിലില്ലേ? എന്തിനാ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടും ഏറ്റവും കൂടുതൽ ഒരു മലപ്പുറം ജില്ല എന്തേ കോഴിക്കോട് പറയാത്തത്? എന്തേ തൃശ്ശൂർ പറയാത്തത്? എന്തേ പാലക്കാട് പറയാത്തത്? എന്തേ എറണാകുളം പറയാത്തത്? അപ്പൊ നിങ്ങൾക്കൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. അത് BJPക്ക് ഒരു വടി കൊടുക്കാൻ വേണ്ടിയാണ്. ആ വടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കാലാകാലങ്ങളിൽ അനുകൂലിച്ച, അല്ലെങ്കിൽ നിങ്ങൾ അനുകൂലിക്കാൻ വേണ്ടി നിങ്ങൾ കച്ചകെട്ടി ഇറക്കിയിരിക്കുന്ന ഒരു പത്രം സുപ്രഭാതം വരെ നിങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ഒരു കാലത്ത് നിങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും CPM ഒപ്പം ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമി അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് നിങ്ങൾക്കെതിരായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്കിവിടെ ഒരു മുസ്ലിം പ്രീണനമോ, ഞങ്ങൾക്കിവിടെ ഒരു ഹിന്ദു പ്രീണനമോ, ഞങ്ങൾക്കിവിടെ ഒരു ക്രൈസ്തവ പ്രീണനമോ അല്ല. ഞങ്ങൾക്ക് മതേതരത്വം നിലനിർത്തണമെന്ന നിലപാടാണ്. ആ നിലപാട് കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ നിന്ന് എത്ര കാലം പിറകോട്ട് പോയാലും മതേതരത്തിൽ വെള്ളം ചേർക്കാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ എടുക്കുന്നത്. ന്യൂനപക്ഷം ഇനി CPM-നെ ഇടതുപക്ഷത്തെ കൈവിടും, അവരൊക്കെ കോൺഗ്രസിനോടൊപ്പം അണിചേരും, അങ്ങനെ ഒരു പ്രത്യാശയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അത് പറയുമ്പോഴാണ് അങ്ങ് ഇടപെട്ടത്. ഞങ്ങൾക്ക് ഇവിടെ മുസ്ലിങ്ങളെ വോട്ട് കിട്ടി ജയിക്കാമെന്നോ, ഹിന്ദുക്കളെ വോട്ട് കിട്ടി ജയിക്കാമെന്നോ, ക്രിസ്ത്യാനികളെ വോട്ട് കിട്ടി ഭരണം പിടിക്കാമെന്നോ ഉള്ള വ്യാമോഹമോ അല്ലെങ്കിൽ ഉള്ള നിലപാടോ ഞങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഏതെല്ലാം അവസരത്തിൽ നിങ്ങൾക്കെതിരായി നമുക്ക് നിലപാടെടുക്കാമായിരുന്നു. ഞങ്ങൾ അങ്ങനെ എടുത്തത് മതേതരത്വം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ എന്ന് ഞങ്ങൾക്ക് അധികാരത്തിൽ കയറാൻ പറ്റും അന്ന് ഞങ്ങൾക്ക് മതി. ഞങ്ങൾക്ക് അധികാരത്തിനോട് ആസക്തിയില്ല. 55 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചവരാണ് ഞങ്ങൾ. നിങ്ങളെപ്പോലെ ഈ രാജ്യം മുഴുവനും വെട്ടിപ്പിടിക്കാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഈ രാജ്യത്ത് മുഴുവൻ അഴിമതി നടത്തി ഏറ്റവും വലിയ പണം ഉണ്ടാക്കിയൊന്നുമില്ല. അല്ല, ഞങ്ങൾക്ക് മതേതരത്വം ഇന്ത്യയിൽ നശിച്ചിട്ടില്ല. ജനാധിപത്യവും ഭരണഘടനയും ഇന്ത്യയിൽ നശിക്കപ്പെടാൻ ഇന്ത്യയിലെ ജനങ്ങൾ അനുവദിക്കയില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്നായാലും മതേതരത്വം ഇന്ത്യയിൽ തിരിച്ചു വരും, ജനാധിപത്യം ഇന്ത്യയിൽ തിരിച്ചു വരും. ഫാസിസ്റ്റ് അഴിമതി ഭരണം താങ്കളുടെ അങ്ങയുടെ അല്ല, ഇന്ത്യ രാജ്യത്തെ BJP നേതൃത്വത്തിലുള്ള ഭരണത്തിന് അന്ത്യം അന്ന് കുറിക്കും. ഇന്ത്യയിൽ മതേതരത്വ വിശ്വാസികൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ജനാധിപത്യത്തിലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്.